ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ യാത്ര പോയത് കാക്കച്ചിയാണ്. കാക്കച്ചി പോയ സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ മരിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലാണ്. കാക്കച്ചി അതിനിടയ്ക്ക് ഒരു യാത്ര പോയി. കാക്കച്ചി പോയത് പത്തനംതിട്ട ജില്ലയിലെ കേരള വനം വികസന കോർപ്പറേഷൻ്റെ ഒരു പരിസ്ഥിതി ടൂറിസം പദ്ധതിയായ ഗവിയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ട്രെക്കിങ്, വൈൽഡ് ലൈഫ് വാച്ചിങ്, ഔട്ട്ഡോർ ക്യാമ്പിങ്, രാത്രി സഫാരി എന്നിവ എല്ലാം ഉണ്ട്. അപ്പോൾ ഗവിയിലോട്ട് പോകാനുള്ള ബസ് പത്തനംതിട്ടയിൽ നിന്നും നമുക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും കിട്ടും. അപ്പോൾ അവിടെ അതിനകത്തോട്ട് പോകുന്ന നിയന്ത്രിതമായ അവർ നിയന്ത്രിക്കും. ആ ട്രാൻസ്പോർട്ട് KSRTC ബസ്സാണ് പോകുന്നത്. അവരുടെ ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. അങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പ്രവേശന ഫീസൊക്കെ ഉണ്ട്. 50 രൂപ, വാഹനത്തിന് 50 രൂപ, പ്രവേശന ഫീസ് 25 രൂപ, അങ്ങനെയൊക്കെയാണ്. ക്യാമറയ്ക്കും വീഡിയോയൊക്കെ പിടിക്കാനാണെങ്കിൽ അതിനൊക്കെ ഫീസൊക്കെ ഉണ്ട്. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അതൊരു ഗ്രാമമാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമം, വനം മാത്രമുള്ള ഗ്രാമം. അവിടെ ആനയും ആനയൊക്കെ നിൽക്കുന്നതൊക്കെ കാക്കച്ചി ഇങ്ങനെ പിടിച്ചതാണ്. ഒരു ബസ്സിലാണ് പോയത്. അപ്പോൾ DTPC ജില്ലാ ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിൽ പാക്കേജുകളുടെ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. പത്തനംതിട്ട ടൂറിസം വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഏകദിന പരിപാടികൾക്കും താമസ സൗകര്യവും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു പാക്കേജായിട്ടൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ടൂറിസം പാക്കേജ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഗവിയിൽ പോകാൻ ഈ യുവതലമുറയ്ക്ക് പോകാൻ പറ്റിയൊരിടായിട്ടതാണ് കാക്കച്ചി അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നത്. കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു കേട്ടോ. ഈ നമ്മുടെയൊക്കെ ഏജായവർക്ക് പേടിയാവുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ഈ വനത്തിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ കൊക്ക കാണുമ്പോൾ ഒക്കെ പേടിയുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ പേടിയുണ്ടാകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ചെറുപ്പക്കാർക്ക്, യുവതലമുറയ്ക്ക് പോകാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരിടമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനൊക്കെ നിർത്തി കൊടുക്കും. ഭയങ്കര സൂപ്പറാണ്. ഇവരവിടെ എത്തിയതിന് ശേഷം മഴ പെയ്തത് കൊണ്ട് തന്നെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ ഭയങ്കര സുഗമമൊന്നുമല്ല. കുലുങ്ങിയൊക്കെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പോകുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും കാർ മാർഗം പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടൂറിസം പാക്കേജ് എടുത്തിട്ട് പോയാൽ ഒരു ദിവസം അവിടെ നിന്ന് നിശബ്ദമായ വന്യമായ സൗന്ദര്യം ആസ്വദിക്കണമെന്നുള്ളവർക്ക് പോകാൻ പറ്റും കേട്ടോ. വന്യമായ സൗന്ദര്യം ആസ്വദിക്കണമെന്നുള്ളവർക്കാണ് പോകാൻ പറ്റുന്നത്. ബസ്സിലിരുന്നു കൊണ്ടുള്ള യാത്രയും അല്ലെങ്കിൽ അങ്ങനെ മൊബൈൽ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഓരോ യാത്രയും നമുക്ക് അവിസ്മരണീയമാണ്, എനിക്കിഷ്ടവുമാണ്. പക്ഷേ സത്യം പറയാമല്ലോ, എനിക്ക് ഗവി പോലുള്ള സ്ഥലങ്ങളിലൊന്നും സന്ദർശിക്കണമെന്നൊന്നും എനിക്കില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇതൊന്നും അല്ല എന്നെ എൻജോയ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രായക്കാർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് തോന്നുന്ന ഇഷ്ടങ്ങളായിരിക്കത്തില്ലല്ലോ ഒരിക്കലും നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അങ്ങനെ വ്യത്യസ്തമായ പല കാഴ്ചകളും കണ്ട് മടങ്ങാൻ പറ്റുന്നൊരു ഇടമായിട്ടാണ് ഗവി എന്ന് പറയുന്നത് കേട്ടോ. ഗവിയെ കുറിച്ച് സിനിമകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ഒരു നല്ല സുന്ദരമായ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വനമാണ് എന്ന് വെച്ചാൽ ആസ്വദിക്കപ്പെടേണ്ട ഒരു കാഴ്ചയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്നവർ പോവുക, കാണുക. അപ്പോൾ നമ്മുടെ സന്തോഷം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെയല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും സ്ട്രഗിൾ ചെയ്യുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ കാണുക എന്നും കൂടി ഞാനിതിൽ പറഞ്ഞു വയ്ക്കുന്നു. കാക്കച്ചിയോട് ഞാൻ പറഞ്ഞു ഒപ്പിയെടുത്തോളൂ, നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവർ തിരിച്ച് അവർ കാട് വഴി വരാതെ തിരിച്ച് വന്നതാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ബസ് യാത്ര എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് ബസ് യാത്ര കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഒരു 13-14 വയസ്സ് വരെയൊക്കെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു. പിന്നെ ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. അറിയാമല്ലോ, എൻ്റെ ഈ വെയിറ്റും തടിയൊന്നും അല്ല പണ്ട്. ഞാനൊരു കൊച്ചിനെ പോലെ ഇരുന്നൊരാളാണ്. പിന്നെ അങ്ങ് ഇരുന്ന് ഇങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്നത് അന്നും ചോറൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്നത്. നമ്മളങ്ങനെ ബോൺവിറ്റ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിച്ചിട്ടുള്ളവരൊന്നും അല്ലല്ലോ. പക്ഷേ എന്തോ എനിക്കറിയില്ല, പിന്നെ എൻ്റെ വെയിറ്റ് കൂടി. അപ്പോൾ എനിക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റാതായി. ബസ് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ
എന്താണ് വീൽ ചെയർ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ടെങ്കിലും ടൂർ പോകണമെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർ. പക്ഷേ നമുക്ക് പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ചാനലിൽ അവാർഡ് കൊടുത്തത് തന്നെ വീൽ ചെയറിലിരിക്കുന്നവർ, അല്ലെങ്കിൽ അതെ വീൽ ചെയറിലിരിക്കുന്നവർ പുറം സ്ഥലങ്ങളിൽ യാത്ര പോയതിനെക്കുറിച്ച് അവർക്കായിരുന്നു അവാർഡ് കേട്ടോ, ഫീനിക്സ് അവാർഡ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ പോകണം കേട്ടോ. പറ്റുമെങ്കിൽ പോയി നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പൊളിച്ചടുക്കി വരണം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് നേരിട്ടേക്കാം. നമുക്ക് സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ അസുഖങ്ങൾ എല്ലാം വരാം. നമ്മളെപ്പോഴും തകർന്നു പോകുന്നത് എവിടെയാണെന്നറിയാമോ? നമുക്ക് അസുഖങ്ങൾ വരുമ്പോഴാണ്. അതിൻ്റെ കൂടെ സാമ്പത്തികമായിട്ടും കൂടെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കഴിഞ്ഞൊരു ദിവസം ഒരമ്മ വിളിച്ചു, ഭയങ്കര സ്നേഹത്തിൽ, ആന്ധ്രാപ്രദേശത്ത് വിശാഖപട്ടണത്തു നിന്നാണ് അമ്മ വിളിക്കുന്നത്. എന്ത് സ്നേഹത്തിലാണ് എന്നോട് സംസാരിച്ചതെന്നോ. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന അമ്മയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട അമ്മയോട് അമ്മ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പോസിറ്റിവിറ്റി വളരെ വലുതാണ്. അമ്മ പറഞ്ഞത്, മോള് ചിരിക്കുമ്പോഴും മോളുടെ ഉള്ളിലെ വേദന അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതെ, എൻ്റെ ഉള്ളിലും വേദനകളുണ്ട്, എൻ്റെ ഉള്ളിലും വിഷമങ്ങളുണ്ട്. കൂടുതൽ മനുഷ്യരെ ആശ്രയിക്കപ്പെടുന്നതിൻ്റെ വിഷമങ്ങൾ എൻ്റെ ഉള്ളിലും ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ വിഷമങ്ങൾ എൻ്റെ ഉള്ളിലുമുണ്ട്. ഞാൻ എൻ്റെ വിഷമങ്ങൾ ഒരുപാടും ഞാനങ്ങനെ പറയാറില്ല. കാരണം പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ എടുക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവരും പറയുന്നത് ഇത്രയൊക്കെ സൗകര്യം കിട്ടുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്തോഷം. സഹതാപമല്ല ആവശ്യം, ഇതുപോലുള്ള ചേർത്ത് പിടിക്കലുകളാണ് ആവശ്യം. അപ്പോൾ ഒരുപാട് പേര് വ്യൂവേഴ്സ് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നമ്മളെ വിളിച്ചിട്ട് കാണാൻ വരട്ടെ, കാണാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ അമ്മയ്ക്ക്, വിശാഖപട്ടണത്തിൽ നിന്ന് വിളിച്ച അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം. അതുപോലെ തന്നെ കുളത്തൂപ്പുഴയിൽ നിന്നിട്ടൊരു സിസ്റ്റർ പറഞ്ഞു, എനിക്ക് വന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് സ്നേഹത്തിലാണ് പറഞ്ഞത്. ഇവരൊക്കെ ചാനലിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ടൊക്കെയാണ് മിണ്ടുന്നത്. കഴിഞ്ഞൊരു ദിവസം നമുക്ക് കസ്റ്റമേഴ്സും വരുന്നുണ്ട്. അങ്ങനെ സാധനങ്ങൾ പറയുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. എല്ലാത്തരം അച്ചാറുകളും ഇടിയിറച്ചികളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു സന്തോഷം മാത്രമല്ല ഇത്, എൻ്റെ ഒരു ജീവിത മാർഗം കൂടെയാണ്. ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇതെൻ്റെ അന്നമാണ്. ഒരാളെ ആശ്രയിക്കാതെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ്. ഒരാളിൻ്റെ യാത്രയെ പകർത്തി ഇത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ യാത്ര പോകണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി ഞാൻ വയ്ക്കുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം. നിങ്ങളുടെ സ്വന്തം നീച്ച.